നമ്മളിപ്പോൾ വന്ന മൗസമി കേവ്സിലേക്ക് പോവുകയാണ്. ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ, ഡിസ്റ്റൻസ് 2 മിനിറ്റ്. ഓക്കെ, നമുക്ക് പോയി നോക്കാം. നമ്മുടെ എന്താ പറയുക, നമ്മുടെ വെള്ളച്ചാട്ടം കൊണ്ടുപോയല്ലോ, ആ വെള്ളച്ചാട്ടത്തിന് ശേഷം അടുത്തത് കാണാൻ വേണ്ടി പോകുന്നത് മൗസമി കേവ്സ് ആണ്. അത് 1000ഓളം വർഷം പഴക്കമുള്ള കേവ്സ് എന്നാണ് പറയുന്നത്. ഒരു 150 മീറ്ററോളം എഴഞ്ഞും കമന്നും ഒക്കെയാണ് പോകുന്നതൊക്കെ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ഈ കേവിനകത്ത് കയറാൻ വേണ്ടിയിട്ട് ഇതാ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്തമ്മോ 100 വർഷം പഴക്കമുള്ള കേവ് എന്നാണ് പറയണത്. എങ്ങനെ ഇരിക്കും നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് പതുക്കെ അങ്ങോട്ട് കയറാം അല്ലേ? എല്ലാവരും റെഡിയല്ലേ? റെഡിയല്ലേ? നിങ്ങളൊക്കെ റെഡിയല്ലേ? എൻ്റെ ഭഗവാനേ, ഞാനത്ര റെഡിയല്ല. ഞാൻ വിചാരിച്ചത് ഇത് അടുത്തങ്ങാണ്ടാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇതൊന്ന് കുറച്ച് ദൂരം ഉണ്ടെന്ന്. സമയം പിടിക്കുമല്ലേ? എൻ്റെ ഭഗവാനെ, ഇന്ന് തന്നെ ഒരു മൂന്ന് സ്ഥലങ്ങളിൽ ഇതുപോലെ ഇറങ്ങിയും കയറിയും ചിലയിടത്താണ് നമ്മൾ പോയത്. അങ്ങനെ ഓൾമോസ്റ്റ് നമ്മൾ കാലിൻ്റെ അളപ്പിളകിയിരിക്കുകയാണ്. ഇന്നലത്തെ ട്രക്കിങ്ങും ഇതും തമ്മിൽ വ്യത്യാസം തോന്നുന്നില്ല. അയ്യോ എൻ്റെ അമ്മേ, ഇതാണത്തെ വഴി. സ്റ്റെപ്പ് എന്തായാലും ഇന്നലത്തെ അത്ര അപകടം വെച്ച സ്റ്റെപ്പല്ല കേട്ടോ. പിടിക്കാനൊക്കെ കൈവരിയും ഉണ്ട്. അതാണ് കേവ്. ഓ യൂറേക്കാ, ഇത്രയും നടന്നാൽ മതിയല്ലോ. അയ്യോ അതല്ലേ എന്തോ. അത് തന്നെ. ഓ, ഇതാണ് കേവിൻ്റെ എൻട്രൻസ്. ഇതെന്തോ അതോ എന്നതറിയില്ല. കേവിന് എൻട്രൻസ്. നമ്മൾ കേവിലേക്ക് എൻട്രി ചെയ്യണം. ഇത് ഡേഞ്ചറാണ്, സൂക്ഷിച്ചു. ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നത് കൊണ്ടാണ് ഇത് മൗസമി കേവ്സ് ഇത്ര ഫേമസ്. സൂക്ഷിച്ച് ഗൈസ്, ഇതാണ് നമ്മുടെ കേവിൻ്റെ ഇത്. ഇരുന്നിട്ട് ഇറങ്ങുക പ്ലീസ്. നിങ്ങൾ കാണുന്നുണ്ടോ എന്ത് വ്യൂ ആണ്? ഇത് പലയിടത്തും ഭയങ്കര സീനാണ്. നല്ല സീനാണിത്. കയറി നല്ല നാരോ പാസേജസ്. ഇത് ഭയങ്കരമായിട്ടുള്ള നാരോട്ടുള്ള പാസേജാണ്. ഇത് ഒരാൾക്ക് കഷ്ടി പോകാനേ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല എന്ന് എനിക്കറിയാം. ഇത് എത്രയും നാരോ പാസേജാണ്. കാരണം കുഞ്ഞു തലയിടിച്ചോ? അയ്യോ, ഞാൻ കണ്ട കിനാശേരി ഇതല്ലായിരുന്നു. സാവധാനം ഇവിടെ പതിയെ. ഇത് വെച്ചാൽ കേവ് എക്സ്പ്ലോറേഷനിൽ ഏറ്റവും റിസ്കിയായിട്ടുള്ള കേവാണ്. അയ്യോ ഇതൊന്നും കാണാൻ പറ്റുന്നില്ല. നിങ്ങൾക്പോലെ കാണാൻ പറ്റുന്നറിയില്ല. ഇടിക്കല്ലടാ കണ്ണാ. സൂക്ഷിച്ച് ചറക്കരുത്. ഞാൻ താൻ 2 പേര്. ഗൈസ്, ഞാനത് ക്യാമറ നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല എനിക്ക് കൂടി ഉണ്ട് ഞാൻ തോന്നുന്നത്. കാരണം എനിക്ക് വിഷ്വൽസ് പിന്നീട് കാണാൻ വേണ്ടിയിട്ട്. അയ്യോ, ഒരു 150+ മീറ്റേഴ്സ് ഇതുണ്ടെന്നാണ് പറയുന്നത്. എനിക്ക് കുനിഞ്ഞ് മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. അയ്യോ, നോക്ക് നിങ്ങൾ എത്ര നാരോ പാസേജിൽ കൂടെ വരുന്നതെന്ന്. സൂപ്പർ. മൗസമി 1000ഓളം വർഷം പഴക്കമുള്ളതാണ്. വെള്ളത്തെ തുള്ളിയായിട്ട് ഒന്ന് വീണുകൊണ്ടിരിക്കുക.
ഇറ്റ്സ് റിയലി ഡേഞ്ചറസ്. പിടിച്ചിറങ്ങണ കാണാ, മൊബൈൽ പിടിക്കണോ? സൂക്ഷിച്ച്. വാവ്, വാ കാണിക്ക. നിങ്ങൾ കാണുന്നുണ്ട്, ഇതൊക്കെയാണ് കാഴ്ചകൾ. എനിക്കിതിനെക്കുറിച്ച് ഒന്നും പറയാനാണ് സത്യത്തിൽ. പക്ഷേ ഇത് എങ്ങനെയാണ് ഫോം ചെയ്യുന്ന കുറേ ഹിസ്റ്ററിയും കുറേ ജിയോളജിയൊക്കെ ഉണ്ട്, ആർക്കിയോളജി സംഭവങ്ങളുണ്ട്. പക്ഷെ എനിക്കതിനെക്കുറിച്ച് വലിയ ക്ലാരിറ്റി ഇല്ല. പക്ഷേ നമ്മളിപ്പം നല്ല ജാമുണ്ട് അവിടെ, ഇച്ചിരി സമയം എടുക്കും. ലൈറ്റ് അടിച്ചോളേ, തല കുഞ്ഞു പോണ കാരണം. പിടിക്കാവോ? എന്റെ പൊന്നു കുടുംബക്കാരെ, ഇതൊരുമാതിരി അയ്യോ അയ്യോ, എന്റെ പൊന്നു കുടുംബക്കാരെ, ഇതുവരെയാണ് എല്ലാരും ഇറങ്ങി വന്നത്. ഇതാണ് ലൈറ്റ് ഓഫ് ചെയ്യുന്നത്. വിഷ്ണു പ്ലീസ് ഡോണ്ട് കോൾ മീ സർ. ഹായ് ഗൈസ്, ഇതൊക്കെയാണ് എൻ്റെ അമ്മയോ ഓസം വ്യൂസ്, ഓസം ഗൈസ്. ഇത് എന്താ സംഭവം കൂടി അറിയുന്നത് കുറച്ച് രസമുണ്ടായിരുന്നു. വാവ്, ഗൈസ് ഞാൻ ഇപ്പോഴും പറയുന്നു, ഇതുപോലെ ചെയ്ത കേവ് എക്സ്പ്ലോറേഷനിൽ ഏറ്റവും നല്ല സ്റ്റാമിന വേണം. ഇത് ഭയങ്കര ട്രിക്കിയായിട്ടുള്ളൊരു കേവ് എക്സ്പ്ലോറേഷൻ. എങ്ങനെയാണ് ഞാൻ പറയുക, എനിക്കിതിനപ്പുറത്തേക്ക് പറയാനൊന്നും അറിയില്ല. ഇതിവിടെ എന്താണ് സംഭവിക്കുന്നത്? അതാണ് എൻ്റെ അങ്ങോട്ട് അതിലെ പോണോ? അവിടെ പോയി കണ്ടിട്ട് വാ. ഇല്ല, മലയാളി തന്നെയാണ്. നിങ്ങൾ ഞങ്ങൾ അവിടെ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. എവിടെ ഗൈസ്? അങ്ങനെ ഞങ്ങൾ മൗസമി ക്യാബിന്റെ ഫ്രണ്ടിൽ നിന്നും ക്യാമറാമാൻ വിഷ്ണു, ക്യാമറാമാന്റെ മാത്രം കാവ്യ, എന്റെ രാമു, എന്റെ തക്കുടു, പ്രൊഫഷണൽ വണ്ടർ വുമൻ. ഞങ്ങളുടെ ഇഷാനിയുടെ ലാംഗ്വേജ് പറഞ്ഞാൽ അച്ഛന്റെ അമ്മയുടെ അച്ഛന്റെ മോള്, അച്ഛന്റെ മോള് കാവ്യ. ഇഷു മക്കളെ അച്ഛന്റെ മോള് അമ്മ. അയ്യോ, ഇനി വേറെന്തോ ഉണ്ട് ഗൈസ്. എന്റെ ഭഗവാനെ, എനിക്ക് ഇതെല്ലാം കൂടി താങ്ങാനുള്ള ത്രാണിയില്ല.